തിരുവല്ലയിൽ നിന്ന് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. തിരുവനന്തപുരം നമ്മുടെ സ്വന്തം വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ നേരെ അളിയൻ്റെ വൈഫ് ഹൗസിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ ആദ്യം ചേച്ചിയുടെ അടുത്താണ് പോയത്. ചേച്ചി തിരുവല്ലയല്ല താമസിക്കുന്നത്, അവിടെ അടുത്ത് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ആറാട്ടുപുഴയ്ക്ക് പോയി അച്ഛനെയമ്മയൊക്കെ കണ്ടു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പറ്റിയില്ലെന്നല്ല, കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതിനിടയ്ക്ക്, കുറേ ബിസി ആയിപ്പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു അച്ഛന് ഞാൻ ഓണത്തിന് ഒരു ഷർട്ട് എടുത്ത് കൊടുത്തായിരുന്നു. ബാലരാമപുരത്ത് പോയി നമ്മൾ എടുത്തില്ലായിരുന്നു ഒരു ഷർട്ട്. പക്ഷേ ഇത് നല്ല ഷർട്ട് കേട്ടോ, തുണിയൊക്കെ നല്ല ബെസ്റ്റ് തുണിയാണ്, നല്ല ഷർട്ട്. പക്ഷെ ഒരു ചെറിയ പ്രശ്നം പറ്റിയെന്തുവാ, 40 സൈസായി എടുത്തത്. ഈ അച്ഛന് ശരിക്കും 40-ൻ്റെ ആണ് ഷർട്ട്. പക്ഷേ ചില കമ്പനികളുടെ ആണെങ്കിൽ അത് ചെറുതാകും. ഇപ്പോൾ അച്ഛന് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ചെറുതാണ്. അപ്പോൾ അച്ഛൻ അതെടുത്ത് സൂക്ഷിച്ച് ടാഗ് പോലും കളയാതെ, കണ്ടില്ലേ എൻ്റെ ടാഗ് പോലും കളയാതെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിപ്പോൾ പോയി അച്ഛന് 42-ൻ്റെ ഒരു ഷർട്ട് വാങ്ങിക്കണം. അപ്പോൾ ആ ബാലരാമപുരത്ത് അതേ കടയിൽ തന്നെ പോയി വാങ്ങിക്കാം. എന്തായാലും ഷർട്ട് അതുപോലെ ഉണ്ട്, അതിൻ്റെ ടാഗ് ഒന്നും കളഞ്ഞിട്ടില്ല. നമ്മുടെ ഈ ബില്ലിരിപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കവർ പോലും നമ്മൾ കളഞ്ഞിട്ടില്ല. നമ്മളല്ല, അച്ഛൻ കളഞ്ഞിട്ടില്ല. ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കവറിനകത്തിട്ടാണ് ആറാട്ടുപുഴ കൊണ്ടു കൊടുത്തത് ഓണത്തിന്. അപ്പോൾ ഇനി നമുക്ക് നേരെ ബാലരാമപുരത്ത് പോയിട്ട് അച്ഛൻ്റെ ഷർട്ട് ഒന്ന് മാറി വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ. അന്ന് വന്നത് രാത്രി, പകലാണെങ്കിൽ ഇന്ന് വന്നത് രാത്രിയിലാണ്. അപ്പോൾ അച്ഛൻ്റെ ഷർട്ട് മാറാൻ വേണ്ടി രാത്രിയിലും ഒരു പ്രത്യേക വൈബായി ഇവിടെ, കണ്ടില്ലേ, കച്ചവട സ്ഥാപനങ്ങളും എല്ലാം ആയിട്ട്. അപ്പോൾ നമുക്ക് നേരെ നോക്കിയിട്ട് വരാം ഷർട്ട് ഒന്ന് മാറാൻ വേണ്ടി. ഇത്തിരി വലിപ്പം കുറവായി, ചെറുതായി. അല്ല, അച്ഛന് ഞങ്ങൾ ആറാട്ടുപുഴ അച്ഛൻ്റെ എടുത്തുകൊണ്ട് കൊടുത്താണ്. അപ്പം തീരെ ചെറുതായി. ഈ സെയിം കളറല്ലേ? അല്ല, സെയിം കളറില്ല അല്ലേ? വേറെ എവിടെ ഇരിക്കുന്നു? ഏതൊക്കെയാ? അതിനൊക്കെ നല്ല മറ്റേ കളറായിരുന്നു കേട്ടോ. മറ്റേതല്ലായിരുന്നു കുറച്ചുകൂടെ നല്ല കളർ. സെയിം കളർ ഇല്ല അല്ലേ? അത് കൊള്ളാം, അത് കുറച്ചുകൂടെ കൊള്ളാം. ഏകദേശം മാറ്റിങ്ങാണ്. എന്താ അത് 42 അല്ലേ? കറക്റ്റ് 40 പോരാ? അല്ല, ഇത് 40 ആണ്. ഇതേതാ ഇത്? മീഡിയം എത്ര? 40 ആണോ? അയ്യോ, അന്ന് 38 കൊണ്ടുപോയതല്ലേ? നമ്മൾ 40 സൈസാ പറഞ്ഞത്. സെയിം അല്ലേ? ഈ സെയിം കളറല്ലേ? നോക്കിയേ, അതും ഇതും തമ്മിലേ കുറച്ചുകൂടെ ഒന്ന് ലൈറ്റാന്നുള്ളതേ ഉള്ളൂ. അതല്ലേ നല്ലത്? കൊള്ളാം, അത് മതി. സെയിം റേറ്റൊക്കെ സെയിം അല്ലേ? ബാലരാമപുരത്ത് അങ്ങനെ നേരെ ഞങ്ങൾ നേമത്ത് അവളുടെ വീട്ടിൽ നിന്ന് കയറിയിട്ട് പോകാൻ വെച്ച് കയറിയതാണ്. അപ്പം അവരെല്ലാവരും ഞങ്ങളോട് നേരെ തിരിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കുട്ടൂസ് എത്തിയിട്ടുണ്ട്. ഒക്കം വരുന്നോ? ഒക്കം വരുന്നുണ്ടോ? ചിമ്മുക്കുട്ടൻ അങ്ങനെ അമ്മൂമ്മയുടെ കൈ ഇരിക്കുക. ഓ, ഞങ്ങളെ ഒന്ന് കിടത്തി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര കരച്ചിലായിരുന്നു. അയ്യടാ, ഇനി കരച്ചിലൊന്നുമില്ല, ഇനി എല്ലാം ചിരിയാ. ഞങ്ങൾക്ക് എല്ലാരും പരിചയമായല്ലോ. ഇനിയിപ്പോ ഞങ്ങൾ എന്തൊരു കരയുന്നേ? ഓ ഓ ഓ, അങ്ങനെയൊക്കെ കാണിച്ചാൽ ഞങ്ങൾക്ക് കരച്ചിൽ വരും. അയ്യടാ, വെറുതെ കിടന്ന കൊച്ചിനെ. ഇത് ഇപ്പൊ എന്നെ കണ്ടിട്ടല്ലല്ലോ, നിന്നെ കണ്ടിട്ട് തന്നെ. അയ്യടാ, ഉറക്കം വരുന്ന തോന്നുന്നില്ലേ?
ഇറങ്ങി പോവുക രണ്ടെണ്ണം എന്നാണ് കുഞ്ഞു അമ്മരായാലും ആരായാലും ഉറക്കക്ഷീണമുണ്ടോ ഉറക്കക്ഷീണമുണ്ടോ അതിന്റെ ആയിരിക്കില്ലേ എന്ത് അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വത്സൻ വത്സൻ എന്ന് പറയുന്നത് അടയാ ഇലയാടാ തീർന്നാ ഉണ്ടാ പോവും വത്സൻ എടുത്തായിരുന്നു ഞങ്ങള് തൊടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടല്ല ഇഷ്ടല്ല അയ്യോ അപ്പൊ ഞങ്ങള് നേമത്തു നിന്നൊക്കെ എത്തി അപ്പൊ അമ്മ അവിടുന്ന് വത്സം കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇതിനെയും സംഭവം നോക്കാം. വത്സം എന്ന് വെച്ചാൽ നമ്മുടെ ഈ അടയാണ് കേട്ടോ, ഇലയുടെ ഉണ്ടല്ലോ, അതാണ് സംഭവം. അങ്ങനെ കണ്ടില്ലേ, ഇതാണ് സംഭവം. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അടിപൊളി, സൂപ്പർ. കൊള്ളാം. ഇപ്പം ഞാനല്ല, ഞങ്ങൾ രണ്ടും കൂടെ വരുന്ന വഴിക്ക് ദോശ കഴിച്ചിട്ടാണ് വന്നത്. വയറ് നല്ല ഹെവി ആയിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. കുറച്ച് കഴിഞ്ഞിട്ടെന്ന് പറയാൻ മണി ഇപ്പം തന്നെ 9:45 കഴിഞ്ഞു. ഇനിയിപ്പോൾ അണക്കത്തില്ല. ഇല്ല, നാളെ രാവിലെ ചായ കുടിക്കുന്ന കൊടുത്ത് കഴിക്കാം. ഇപ്പം അച്ഛൻ്റെ ഷർട്ട് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളതാണ്. ഇനി അബദ്ധം പറ്റരുതല്ലോ. കാണിച്ചു തരാം ഗൈസ്. ഞാൻ അച്ഛൻ്റെ ഷർട്ടും വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വന്നു. സംഭവം എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ഞാൻ 38-ൻ്റെ ഷർട്ടായിരുന്നു അച്ഛന് കൊണ്ടു കൊടുത്തത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓണത്തിന് വാങ്ങിച്ചുകൊണ്ടത് 38-ൻ്റെ ഷർട്ടാണ്. അതെന്താ പറ്റിയെന്നുള്ള അറിഞ്ഞുകൂടാ. സംഭവം ഞങ്ങളിപ്പോൾ ചെന്നപ്പോഴാണ് അറിയുന്നത്. കാരണം അതിൽ M എന്നാണ് എഴുതിയിരുന്നത്, മീഡിയം എന്നാണ്. അപ്പം മീഡിയം എന്ന് പറഞ്ഞാൽ അത് 38 സൈസാണെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങളപ്പോൾ ചെന്ന് ഇപ്പം 40-ൻ്റെ സൈസിൻ്റെ വേറൊരു ഷർട്ട്. എന്തായാലും അത് എനിക്ക് പറ്റിയ അബദ്ധമാണോ അതോ കടക്കാർക്ക് പറ്റിയ അബദ്ധമാണോ അറിയത്തില്ല. എന്തായാലും കമ്പനിയുടെ അബദ്ധമല്ല. 40-ൻ്റെ ഒരു ഷർട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഏകദേശം അതേ സെയിം കളർ തന്നെ. ഇനിയിപ്പോൾ ഇത് കൊണ്ടൊന്ന് അച്ഛൻ്റെ അടുത്ത് കൊടുക്കണം. കടക്കാരുടെ അടുത്ത് ഞാൻ അന്ന് എൻ്റെ ഓർമ്മ ഓണത്തിന് 38 അല്ല പറഞ്ഞത്, 40 സൈസ് ഒന്നും അല്ല പറഞ്ഞത്. എന്തെങ്കിലും ആട്ടെ, എന്തായാലും ഇനിയിപ്പോൾ എനിക്ക് ഓരോട്ടം കൂടെ കൂടുതൽ ഓടേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല. ഈ ആഴ്ച തന്നെ നമുക്ക് ആറാട്ടുവഴിക്ക് പോയി അച്ഛന് ഈ ഷർട്ട് കൊണ്ടു കൊടുക്കണം. കാരണം അച്ഛൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷർട്ടാണ്. അപ്പോൾ LS ജേണി ബൈ ദീപുവിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്ത് അടിച്ച് പൊളിക്കണം. ഓക്കെ, ബൈ.